ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നൊസ്റ്റാൾജിയ വാരി വിതറാൻ പോവാണ്. നമ്മുടെ പണ്ടത്തെ കാലത്തെ, പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടൊന്നുമല്ല, ഈ 90s ഉണ്ടല്ലോ, നമ്മുടെ ഈ 90s കാലഘട്ടവും പിന്നെ ഇയർലി 2K, അതായത് 2000, 2001, 2002, 2003 ആ സമയത്തൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ, അതായത് എൻ്റെ ഏജുള്ള ആ ഒരു ടൈമിലൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയ, അങ്ങനത്തെ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ നമുക്കിന്ന് ചെകഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഓർത്തിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കളികളായിരുന്നു. അതായത് നമ്മൾ ഗ്രൗണ്ടിലും നമ്മൾ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നമുക്ക് ഒരുപാട് പ്ലേസ് ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ നമ്മളിപ്പം വിചാരിക്കും, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുമ്പോഴത്തേനും വിചാരിക്കും, അയ്യോ ഭയങ്കര സെറ്റപ്പൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഇൻഡോർ മറ്റേ ടെറഫിലൊക്കെ അങ്ങ് ഒരു പരിപാടിയല്ല, ജസ്റ്റ് കണ്ടത്തിലാണ് കളിക്കുന്നത്, അതും ചെരുപ്പില്ലാതൊക്കെയാണ് കളിക്കുന്നത്. ഫുട്ബോളൊക്കെ അന്ന് ഇന്ന് കയറി വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഏറ്റവും അധികം നമ്മൾ കളിച്ചു വന്നത് ക്രിക്കറ്റായിരുന്നു. ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഈ മഡലുണ്ടല്ലോ, മഡല് നമ്മുടെ ഈ തെങ്ങിൻ്റെ ഈ സാധനമാണ് ഈ വെച്ച് കളിക്കുന്നത്. അതായത് ബാറ്റൊന്നുമില്ല, അതായത് ഇങ്ങനെ MRF എന്ന് മാർക്കർ വെച്ച് ഇങ്ങനെ എഴുതും, MRF എന്നിങ്ങനെ മാർക്കർ വെച്ച് ഇങ്ങനെ എഴുതും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ സ്റ്റമ്പ് ഉണ്ടല്ലോ, സ്റ്റമ്പ്. അപ്പോൾ ഈ സ്റ്റമ്പിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ബ്രിക്ക് വെക്കും, ചെറിയ കോൺക്രീറ്റ് കട്ടയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് അടുക്കിടിക്ക് വെക്കും. പക്ഷേ ഇതിനകത്തൊക്കെ ഏറ്റവും വലിയ ദുരന്തം എന്നാണെന്നറിയോ, നമ്മൾ ഈ കളിക്കുന്ന സമയത്ത് ഈ ബാറ്റ് ഉണ്ടല്ലോ, ഈ ബാറ്റ് ഈ മടലായിരിക്കും. ഈ മടലിൻ്റെ ഓണർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഏതെങ്കിലും ഒരു ഒളിഞ്ഞ കമ്പനിക്കാരനായിരിക്കും. ലെവൻ എന്ത് ചെയ്യും, ജന്മത്തിൽ ഔട്ടാകാൻ സമ്മതിക്കില്ല. കാര്യം ഇവൻ ഈ ബാറ്റ് കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ്റെ ജന്മത്തിൽ സമ്മതിക്കില്ല ഞാൻ ഔട്ടായിരുന്നു. ഇത് ഇങ്ങനെ ബാറ്റും പിടിച്ച് ഇങ്ങനെ നിൽക്കും. അവസാനം ഇവൻ മടുത്ത് ഈ പണ്ടാരവൻ ഈ ബാറ്റിങ് നിർത്തുന്നിടം വരെ നമ്മൾ എറിഞ്ഞ് നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ തന്നെ മടൽ വെട്ടി നമ്മൾ തന്നെ അടുത്ത ദിവസം ഒരു ബാറ്റ് കൊണ്ടു. അപ്പം പിന്നെ കുഴപ്പമില്ല, നമുക്കും അത്രയും കയറാമല്ലോ, എങ്ങനെയുണ്ട് ബുദ്ധി. അപ്പം അന്നേ നമ്മൾ നിൽക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യമേ. പിന്നെ ഇൻഡോർ ഗെയിംസിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നതാണ് ഈ പൂജ്യം വെട്ട്. പിന്നെ പാട്ട് എന്ന് വെച്ചാൽ ഒരു പാട്ട് പാടും, എന്നിട്ട് അത് പാട്ട് തീരുന്ന ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ വെച്ചിട്ട് അടുത്ത പാട്ട് തുടങ്ങണം. അപ്പം ചില ഈ വെകിളി പിടിച്ചവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ എൻഡ് ചെയ്യുന്നത്, അതായത് ഈ ഒരു പാട്ട് പാടി എൻഡ് ചെയ്യുന്നത് ഇറൂലൊക്കെ ആയിരിക്കും. മലയാളത്തിൽ അക്ഷരം ഇറൂലൊക്കെ ആയിരിക്കും. ഇറൂലൊക്കെ ചെന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് പാട്ട് പാടാനാണ് ഇതിന്നൊക്കെ. ഇറൂലിൽ നിന്ന് നിങ്ങൾക്ക് വല്ല പാട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ കമൻറ്റ് ചെയ്യട്ടതാണ്. ഇറൂലൊക്കെ ആയിരിക്കും കൊണ്ടു നിർത്തുന്നത്. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. പിന്നെ പേനത്തട്ട്, അതായത് നമ്മൾ സ്കൂളിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും അധികം ഒരു ചെറിയ ഇൻ്റർവൽ ഗ്യാപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടീച്ചർ അങ്ങ് പോയി, പിന്നെ അടുത്ത പീരീഡിന് ടീച്ചർ കയറി വരണമല്ലോ, ആ ഒരു ചെറിയൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും അധികം കളിച്ചുകൊണ്ട് ഗെയിം വരുന്നത് ഈ പേനത്തട്ട്. അതായത് കുറേ പേനകളുണ്ടാവും, അതിങ്ങനെ വെക്കും, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കുന്ന പേനയുടെ ഇങ്ങനെ ക്രോസ് ആയിട്ടും അടുത്ത കുറച്ച് പേനകൾ ഇങ്ങനെ വെക്കും. നമ്മൾ മറ്റൊരു പേന എടുത്തിട്ട് ഈ പേനയെ തട്ടും. എന്നിട്ട് അതായിരുന്നു നമ്മുടെ ഗെയിം. അങ്ങനത്തെ ഉള്ള കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അന്നൊക്കെ ഏറ്റവും ഓർത്തിരിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ തന്നെ ഈ PT പീരീഡ് ഉണ്ടല്ലോ, ഈ PT പീരീഡിനൊക്കെ PT പീരീഡിന് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയിൽ നമുക്കൊരു PT പീരീഡേ കാണത്തുള്ളൂ. അപ്പം ഈ എന്ത് മുടിയാനായിട്ടാണെന്ന് അറിയത്തില്ല, ആ സമയത്ത് തന്നെ ഈ മാത്സിൻ്റെ ടീച്ചർ കയറി വരും, ഒരു വലിയ ബുക്കൊക്കെ ആയിട്ട്. മിക്കവാറും മാത്സ് ടീച്ചർമാർക്ക് ഒരു കണ്ണാടി ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കെല്ലാം മിക്കവാറും പേർക്ക് ഒരു കണ്ണാടി ഉണ്ടാവും. ആ കണ്ണാടി എന്ന് പറയുമ്പോൾ സാധാ ഇരിക്കുന്ന കണ്ണാടി പോലെ ആയിരിക്കും, ഒരു ഇച്ചിരി ഈ എഡ്ജിലൊക്കെ കട്ടിക്ക്, മനസ്സിലായി, ഒരു കട്ടക്ക് ഇരിക്കുന്ന കണ്ണാടിയൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ വരുന്നത് കാണുമ്പോഴേ എന്നിട്ട് നമ്മൾ ക്ലാസ് ഇരിക്കും കേട്ടോ, നമ്മൾ ഇറങ്ങിപ്പോകത്തൊന്നുമില്ല. പക്ഷേ ആ ഇരിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ദുരന്തം പിടിച്ചൊരു സമയമായിരിക്കും. അതും കറക്റ്റ് ഒന്നെങ്കിൽ ഇവർ കയറി വരും, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ആരെങ്കിലും കയറി വരും. എന്തെങ്കിലും നമുക്ക് ഒട്ടും പഠിക്കാൻ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു സബ്ജക്റ്റിന് എടുത്തുകൊണ്ട് ഇവർ കയറി വരും ക്ലാസ്സിലേക്ക്. പിന്നെ നമ്മൾ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു നമ്മുടെ TV ഷോസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ കൊച്ചി TV ഒക്കെ ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ. കൊച്ചി TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൊച്ചി TV ഉണ്ട്. അപ്പോൾ ഈ കൊച്ചി TV നമ്മളിങ്ങനെ എന്ത് ചെയ്യും, കൊച്ചി TV ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കും. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേ ഇങ്ങനെ കൊച്ചി TVയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് ഏറ്റവും അധികം ഞാനൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഹീമാൻ, ബൈസൽ കോട്ടയുടെ ശക്തി, ഹീമാനുണ്ട്. പിന്നെ നമുക്ക് ഹീമാൻ കൂടാതെ തന്നെ ഡോറ ബുജ്ജി, ജക്കിച്ചാൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ജൂലി, അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ. പിന്നെ അങ്കിളുടെ പേരെന്തായിരുന്നു, മറ്റേ അവരുടെ അങ്കിളിൻ്റെ പേരെന്താ, പിന്നെ വെച്ച് വണ്ണമുള്ള ആളുണ്ടായിരുന്നല്ലോ, അത് രണ്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെയുള്ള കുറച്ച് കൊച്ചി TV ഗെയിംസ് പരിപാടികൾ, ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ വിഷ്വൽ മീഡിയ വിനോദങ്ങൾ. അതൊക്കെ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഫോണും കാര്യങ്ങളും സ്മാർട്ട് ഫോൺസ് ഒന്നും ഇല്ലല്ലോ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേന് ഈ നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഏതൊരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കുന്നത് ഒരു സുഖമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ആക്സസിബിൾ ആണ്. അന്നെന്ന് പറയുമ്പോഴത്തേന് നെറ്റ്ഫ്ലിക്സിൽ ഒരു കാര്യങ്ങളുമില്ല. നമുക്കൊരു ഓണമോ ക്രിസ്മസോ ഒക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരാളുടെ പടം
ആ ഒരു സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം ആ സമയം വരെ. ഓണത്തിനൊക്കെ ഇരിക്കണം. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ആഘോഷം പോലെ എല്ലാവരും ടി വിയുടെ ഫ്രണ്ട്. എൻ്റെയൊക്കെ എവിടെയാണെങ്കിൽ ടി വിയുടെ മുമ്പിലൊക്കെ ചെന്നിരിക്കും. പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ അടിക്ക് ഇങ്ങനെ പെട്ടി അടിക്കി വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കട്ട എടുത്ത് വെച്ചിരിക്കുന്നു 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. എന്ന് വെച്ചാൽ ടി വി കാണാൻ വേണ്ടിയിട്ടേ ഒരു ടി വിയെ കാണത്തുള്ളൂ. അത് ആ ഒരു ഏരിയയിൽ ഞാൻ താമസിച്ച സ്ഥലത്തിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങോട്ടൊക്കെ ഒരുപാട് ടി വി കാര്യങ്ങൾ എൻ്റെ ഒന്നും ചെറുപ്പത്തില്ലായിരുന്നു. അതിങ്ങനെ അടുക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒന്നും പറയാനില്ല. അതൊക്കെ ഒരു കാലമായിരുന്നു പിള്ളേ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ആയപ്പോഴത്തേനും നമുക്ക് ഈ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഒക്കെ വരാൻ തുടങ്ങി. പക്ഷേ ഈ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഒരു 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 പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജിയോ വന്നിട്ട് ഈ കൊറോണയൊക്കെ വന്നിട്ട് ജിയോ വന്നേ പിന്നെയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇൻ്റർനെറ്റൊക്കെ എപ്പോഴും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് കിട്ടുന്നത്. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു കാർഡ് കിട്ടും. ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 20 30 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കാർഡ് വാങ്ങിക്കാം. 15 ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഇതിന് റീചാർജ് ചെയ്യണം. ഈ റീചാർജ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് അറിയോ? 90 MB, 80 MB, 50 MB ഒക്കെ, 50 MB, 49 MB ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ അന്നത് കാര്യം അന്ന് 2G അല്ലേ, അന്ന് കൂടിപ്പോയ 3G. ഒരു രക്ഷയില്ല. ഈ സാധനം വെച്ച് നമ്മൾ ഓടിക്കും. എന്ന് വെച്ചാൽ ഒരു ദിവസമേ കാണത്തുള്ളൂ. വാലിഡിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചെയ്താലും രാത്രി 12 മണിയാകുമ്പോൾ ഫിനിഷ് ആവും. 11:59 ചെയ്താലും 1 മിനിറ്റ് കൊണ്ട് സാധനം തീരും. അതുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മൾ മാക്സിമം ഡൗൺലോഡ് ചെയ്തെടുക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേ ആകെയുള്ളൂ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന സമയത്തും അതിപ്പോഴും കുട്ടികൾക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈയിട്ട് വരുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് എല്ലാവരും എൻ്റെ സ്കൂളിലൊക്കെ ചിലരൊന്നും ചോറേ കൊണ്ടുവരത്തില്ലായിരുന്നു. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ അതിനകത്ത് നിന്ന് കൈയിട്ട് വരും. എന്നുവെച്ചാൽ ഈ ചോറ് കൊണ്ടുവരാത്തവന്മാരുണ്ടല്ലേ, അവന്മാർ ഈ കൊണ്ടുവരുന്നവന്മാരുടെ നിന്ന് കൈയിട്ട് വരുന്നു. അതൊക്കെ ഒരു 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 രസമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. എന്ന് വെച്ചാൽ വൈബായിരുന്നു ഈ നമ്മൾ ഈ കൈയിട്ട് വാരി കഴിക്കുക. പിന്നെ ഒരുത്തൻ ബീഫ് കൊണ്ടുവരും, പിന്നെ വേറൊരുത്തൻ എന്ത് ചെയ്യും ചമ്മന്തി കൊണ്ടുവരും, പിന്നെ വേറൊരുത്തൻ ചിക്കൻ ഫ്രൈ കൊണ്ടുവരും. ഇങ്ങനെ ഓരോരുത്തർ ഓരോരോ കറികളായിരിക്കും. അപ്പോൾ ഈ കൊണ്ടുവരാതിരിക്കുന്നവന് ചാകരയാണ്. കാര്യം അവന് എല്ലാത്തിനും വാരാമല്ലോ, അതുകൊണ്ട് മാക്സിമം കൊണ്ടുപോയിരിക്കാനും നോക്കും. പിന്നെ മറ്റൊരു പരിപാടിയായിരുന്നു നമ്മൾ ഈ ബബിൾക്കം വാങ്ങിക്കുമല്ലോ. ബബിൾക്കം വാങ്ങിക്കുമ്പോഴത്തേനും ബെൻറ്റൻ്റെ കാർഡ് കിട്ടുമായിരുന്നു. ഈ ബെൻറ്റൻ്റെ കാർഡും വെച്ച് സ്കൂളിൽ പോയി, അതായത് ഈ അടുത്ത ദിവസം, അതായത് ഇന്ന് വൈകിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോഴത്തേനും എത്ര ബെൻറ്റൻ്റെ കാർഡ് കയ്യിലുണ്ടെന്നുള്ള രീതിക്കാണ് അവൻ്റെ വില. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം വാങ്ങിക്കും. ഇത് 1 രൂപയുള്ളൂ, 1 രൂപയുള്ളൂ അന്നത്തെ. ഇന്ന് 1 രൂപയുള്ളൂ തോന്നുന്നല്ലേ, 1 രൂപയുള്ളൂ ബബിൾക്കത്തിന്. ആ സാധനം വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ ഒരു ബെൻറ്റൻ്റെ കാർഡ് കിട്ടും. 3 എണ്ണം വാങ്ങിക്കുമ്പോൾ ഒരു ബെൻറ്റൻ്റെ കാർഡായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്ത് ഈ സാധനം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ, നിങ്ങൾ പറയാം, നിങ്ങളുടെ തോട്ട്സ് ഒക്കെ പറയാം. ഇതാണ് സംഭവം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബെൻറ്റൻ്റെ കാർഡും വെച്ചുകൊണ്ട് നമ്മൾ കോളേജിൽ പോയിട്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കുക, ബെൻറ്റൻ്റെ കാർഡൊക്കെ ഇട്ട്. ഇതാണ് പരിപാടി. ഇതൊക്കെയാണ് അന്നത്തെ ഓരോരോ വിനോദങ്ങൾ. അങ്ങനെ ഓർക്കാൻ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഒരിക്കലും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് എന്താ പറയുക, ഇത് കുറച്ചും കൂടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. എന്നുവെച്ചാൽ എല്ലാം ആക്സസിബിൾ ആണ്. ഒരു ഇൻഫർമേഷൻ അറിയാൻ എളുപ്പമാണ്. ഒരു ഇൻഫർമേഷൻ പെട്ടെന്നുണ്ട്, വിരൽ തുമ്പിലുണ്ട് സാധനമുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒന്നും ഡിലേ അടിക്കേണ്ടി വരുന്നില്ല. നമുക്കൊക്കെ അന്ന് ഒരു 2000-ൻ്റെ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ TV വരണം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തരണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരണം. ഇതേ ഉള്ളൊരു ഓപ്ഷൻ. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാലില്ല. കാര്യം ഇങ്ങനെ ഒരു യുഗത്തിൽ ജീവിക്കുന്ന പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇങ്ങനൊരു ഡിജിറ്റൽ വേൾഡ് ജീവിക്കുമ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കും അല്ലെങ്കിൽ 90s-നും പിന്നെ ഈ 2Ks-നും നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ 10-ലും എന്താ പറയുക 8-ലും 9-ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇത് ഇഷ്ടംപോലെ കാണുന്നുണ്ടായിരിക്കും എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്കും പറയാൻ ഇതുപോലുള്ള ഒരുപാട് കഥകളുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ഡിജിറ്റൽ യുഗത്തിൽ മാറി ചിന്തിക്കുന്ന കുറച്ച് കഥകളൊക്കെ ഉണ്ടല്ലോ, ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണല്ലോ. അങ്ങനെയുള്ള കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കും. പിന്നെ നടക്കുന്നൊരു വാറാണ് ഈ 90s-ഉം 2Ks-ഉം തമ്മിലുള്ള ഒരു സംഘർഷം. അത് ഈ ഇടം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ട് അങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ മോശമാണ്. എന്നാലും ഇതെന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ക്വാണ്ടിറ്റി ആളുകൾ മാത്രം എന്ത് ചെയ്യും, മറ്റുള്ള രീതികളിലേക്കൊക്കെ പോകും. അതും പറഞ്ഞ് അത് അന്നും ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കള്ളും കഞ്ചാവും എല്ലാം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് വലിയൊരു ഒരു സംഭവത്തിനെ നമ്മളങ്ങ് വിലയിരുത്തും. അവർ മുഴുവൻ അങ്ങനെയാണെന്ന് പറയാം. അതൊന്നും ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. അങ്ങനെ ഇങ്ങനെ മടൽ വെട്ടിയതും പിന്നെ തെങ്ങ കയറാൻ പോയതും പിന്നെ ഈ അവധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓരോ അവധി കഴിഞ്ഞ് വന്ന് ക്ലാസ് വരുമ്പോഴത്തേനും ഓരോരുത്തരുടെ കൈയും കാലും ഓടിഞ്ഞിരിക്കും. അത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ട് കാര്യം ഇത് എന്ന് വെച്ചാൽ ഈ ഓരോ അവധി കഴിഞ്ഞിട്ട് പിള്ളേർ വരുമ്പോഴും കൈയും കാലും ഒക്കെ ഓടിഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ ഈ അവധിക്കാലമല്ലേ, 2 മാസം അവധിയല്ലേ, എപ്പോഴേലും ചെന്ന് കയറി മരത്തിൽ നിന്ന് തെങ്ങിന്ന് മാവേന്നും ഒക്കെ വീണ്
കൈയും കാലും കൊമ്പൊക്കെ ഒടിയും എന്നിട്ട് ഈ സ്കൂളിലേക്ക് വരുന്നത്. രസമൊക്കെ ആയിരുന്നു അന്നത്തെ കാര്യമൊക്കെ. അപ്പം ഇങ്ങനെ കുറേ ഓർമ്മകളും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളും ഒക്കെ ആയിരുന്നു 2K, അല്ലെങ്കിൽ early 2K, എന്നെ പോലുള്ള early 2K എന്ന് പറയുമ്പോൾ. പിന്നെ ഈ 90s ഇവർക്കൊക്കെ ഓർക്കാനായിട്ടുള്ള ഏറ്റവും അധികം കാര്യങ്ങൾ, പിന്നെ ഓരോ കാലഘട്ടത്തിന് അതിൻ്റേതായിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ഓർക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം നിങ്ങളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ മാവിൽ നിന്ന് വീണതോ തെങ്ങേന്ന് വീണതോ ഒക്കെയുള്ള കഥകൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ബാക്കിയുള്ളവരും കണ്ട് ചിരിക്കട്ടെന്ന്. ശരിയെന്നാ ഓക്കെ.